ഹായടാ മക്കളെ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയൻ ജേണി. നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അല്ല, സെക്കൻഡ് ലുക്ക് ഇവര് പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഇവര് പുറത്തു വിട്ടിരിക്കുന്നത്. ഇതാണ് ആ പോസ്റ്റർ. ഒറ്റ ലുക്കിൽ തന്നെ മനോഹരം എന്ന് തോന്നുന്ന ഒരു പോസ്റ്ററാണ്. നമുക്കത് എന്തായാലും അത് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്നല്ലോ, അതായത് ലാലേട്ടൻ ഒരു കുട്ടീനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു കാറും ടാക്സി എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കാറും അതുപോലെ മുമ്പിൽ കുറെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അതും. എനിക്ക് പക്ഷേ അതിനേക്കാളും ഇഷ്ടമായി ഈ പോസ്റ്ററിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ ശോഭന കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതാണ് പ്രത്യേകത. അല്ല, അവര് നിൽക്കുന്ന നൃത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്നുണ്ടോ? അതായത് എനിക്ക് എന്തോ ചായയില് ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ ഒപ്പി തിന്നുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അത് ആ കണക്ട് ചെയ്തെല്ലാം പറയണത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ ഉണ്ടല്ലോ, അത് മനസ്സിലാവണമെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾ ഡീകോഡ് ചെയ്യേണ്ടി വരും. എന്തായാലും ഏതാണ് ആ സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. അതായത് പുള്ളിക്കാരൻ വെജിറ്റബിൾ ഒക്കെ വിറ്റ് നടക്കുമ്പോൾ പുള്ളിക്കാരി നടന്നു പോകുമ്പോൾ വരാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കേൾക്കാത്തപ്പോൾ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ചായ മേടിച്ചു കുടിക്കുന്ന ഒരു സീനുണ്ട്. അതായത് സിനിമ എന്ന് അറിയുന്നവർ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അതായിട്ട് കണക്ഷൻ തോന്നി. എന്തായാലും ഇതാണ് ഇതിലെ കപ്പിൾസ് ആയിട്ട് വരുന്ന ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. എനിക്ക് ആക്ച്വലി ശോഭനയാണ് ഇതിലെ നായിക എന്ന് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ശോഭന ഇനിയിപ്പോ നായിക തന്നെയാണോ അത് വേറെ ഏതെങ്കിലും എന്താ പറയുക ഗസ്റ്റ് റോള് പോലെ ഏതെങ്കിലും അല്ലെങ്കിൽ ക്യാമിയോ പോലെ ഏതെങ്കിലും സാധനം ചെയ്യുന്ന, അല്ല ക്യാമിയോ ആണെങ്കിൽ ഇത് കാണിക്കുമല്ലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ റോളാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ശോഭന അങ്ങനെ വെറുതെ ചെറിയ റോള് വരാൻ സാധ്യതയില്ല. അപ്പൊ പുള്ളിക്കാരന്റെ വൈഫോ അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട റോള് തന്നെ ആവും. എന്തായാലും ഇത് കണ്ടിട്ട് വൈഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ആദ്യം നമ്മൾ ലാലേട്ടനിലേക്ക് പോവാം. ലാലേട്ടനിലേക്ക് വരുമ്പോൾ എന്തോ ഞാൻ ഇതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ലാലേട്ടനിൽ. ഒന്നാമത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള, വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാവുന്ന തരം ഒരു കഥാപാത്രമാണ്. പിന്നെ ഇത് ലീക്ക് ആയിട്ടുള്ള ചില ഫൂട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിരുന്നത് എനിക്കറിയില്ല. അതായത് ലീക്ക് ആയിരുന്ന ഷൂട്ടിനിടയിൽ ഒരു വണ്ടി നിർത്തിയിട്ട് പുള്ളിക്കാരൻ അതിൽ നിന്ന് ഇറങ്ങി ഫോൺ വിളിച്ചു വരുമ്പോൾ ഒരു ജീപ്പിൽ ഒരാൾ പോകുന്നു, ജീപ്പിൽ ഒരാളോട് ഇങ്ങനെ കാണിക്കുന്നു, ഫോൺ വിളിക്കുന്നു, ഇങ്ങനെ വെച്ചിട്ട് വരുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാൽ ശരിക്കും ഷൂട്ടിംഗ് ആണെന്ന് പോലും തോന്നില്ല. വളരെ നാച്ചുറൽ ആയിട്ട് ഷൂട്ടിന്റെ ഇടയിൽ അങ്ങനെ സംഭവിക്കണം എന്തോ ചെറിയ സാധനം അയാൾക്ക് ഒറിജിനൽ ആയിട്ടൊരു കോൾ എന്താ കോൾ അറ്റൻഡ് ചെയ്യണമെന്നേ തോന്നുള്ളൂ. അത്തരത്തിൽ വളരെ സാധാരണക്കാരിലുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫൂട്ടേജ് കാണുന്ന സമയത്ത്. അപ്പൊ ഇവിടെ ആണെങ്കിലും പുള്ളിക്കാരന്റെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ലുക്കും ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സിനിമ നല്ലതായിരിക്കും. അങ്ങനത്തെ ഒരു ഫീൽ അത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നേരെ ശോഭനയിലേക്ക് വരുമ്പോഴും നമുക്ക് നല്ല എന്താ പറയുക ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ശോഭന ഈ ലുക്ക് കാണുമ്പോൾ എനിക്ക് ഇത്തരത്തിൽ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ഏകദേശം ഈ ലുക്ക് തന്നെയാണ്. ഒരു ഡിഫറെന്റ് അപ്പിയറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപിയുടെ കപ്പിളായിട്ടൊരു സിനിമ വന്നല്ലോ, അതായത് വരനെ ആവശ്യമുണ്ടെന്നാണോ ഏതാണ് പടം, ദുൽഖർ സൽമാന്റെ. അപ്പൊ എന്തായാലും അതിൽ ഏകദേശം ഈ ലുക്കായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭയങ്കര ക്വാളിറ്റിയിൽ ഒരു പോസ്റ്റർ ഒരു വീടിന്റെ ഉള്ളിൽ തന്നെയാണ് തോന്നുന്നു. നോർമലി ഒരു 2 ചായ ഇട്ടിട്ട് ഒരു ചായ പുള്ളിക്കാരൻ കൊടുക്കുന്നു, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ പോവാണ് പുള്ളി. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു വൈബ് എല്ലാ സമയത്തും. ഈ സിനിമയെ കുറിച്ച് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഇവര് പാക്കപ്പിന്റെ സമയത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോടെയാണ് സംസാരിക്കുന്നത്. ലാലേട്ടനാണെങ്കിലും തരുൺ മൂർത്തി ആണെങ്കിലും ഇതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റാളുകളും കാസ്റ്റ് ക്രൂ മെമ്പേഴ്സ് ആയിട്ടുള്ള പല ആളുകൾ, ഇവരൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നത് വളരെയധികം പ്രതീക്ഷകളാണ് അർപ്പിക്കുന്നത്. നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള രീതിയിൽ. ഇന്നലെയാണ് മിനിഞ്ഞാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വരാനിരിക്കുന്ന 10 ലാലേട്ടൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സിനിമയും ഓഫ് കോഴ്സ് ഈ തുടരും എന്ന് പറഞ്ഞുള്ള സിനിമയാണ്. പേരാണെങ്കിലും എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ പോസ്റ്ററിന് നിങ്ങൾ നോക്കൂ, തുടരും എന്ന് കൊടുത്തിട്ടുള്ളതാണെങ്കിലും അതിന്റെ താഴെ എല്ലാം ഭയങ്കര ഒരു എന്താ പറയാ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള സാധനം പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മതം തോന്നലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ലാലേട്ടനെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിലൂടെയുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും കാത്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും എനിക്ക് ഈ ലുക്ക് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ദൃശ്യമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ട്. പ്ലോട്ട് അങ്ങനെയാണെന്നോ അതിന്റെ സ്ക്രിപ്റ്റ് വൈസോ മറ്റു സംഭവങ്ങളോ ആയിട്ടൊന്നും കണക്ഷൻ ഉണ്ടെന്നല്ല പറയേണ്ടത്. ലാലേട്ടനെ ആ ലുക്കിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് താടിയും ഈ മുടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ലുക്കും കാണുമ്പോൾ എനിക്ക് എന്തോ ദൃശ്യം
ആ സിനിമയിൽ ലാലേട്ടനെ കണ്ട ഒരു ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ദൃശ്യത്തിൽ ലാലേട്ടൻ എത്രമാത്രം മനോഹരമായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. അത് 1 ആണെങ്കിലും 2 ആണെങ്കിലും നമ്മുടെ ഉള്ളം കയ്യിൽ അത്രമാത്രം ഭദ്രമായിട്ടുള്ള റോള് ലാലേട്ടൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. എല്ലാ കഥാപാത്രം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇപ്പൊ പ്രജയിലൊക്കെ ഉള്ള ഡയലോഗ് ഭയങ്കര വൻ സാധനമാണെങ്കിലും അവിടെ എവിടെയോ നമുക്കതൊരു ഒരു ഈസ്നെസ് ഇല്ലാത്ത പോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറയുന്നത് അത് മനോഹരമായിട്ട് തന്നെയാണ്. ആ ക്യാരക്ടർ പകരം നമുക്ക് ഒരാളെ ആ സമയത്ത് ചിന്തിക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഞാൻ എന്താണ് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാരണം ചെറുതായിട്ട് പോലും തെറ്റിദ്ധാരണ വന്നാൽ ഞാൻ ആരായിട്ടിട്ട് ആക്ട് ചെയ്ത കുറ്റം പറഞ്ഞ പോലെയൊക്കെ ആവും. അപ്പൊ അങ്ങനെ വിചാരിക്കുക, അതിന് നമ്മൾ ആളല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് നടനാണെങ്കിലും ഒരു അവർക്ക് അത്രയും കംഫർട്ട് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു എന്താ പറയാ, അങ്ങനെ നോർമലായിട്ട് അഭിനയിക്കുകയാണെന്നുള്ളത്. ഇപ്പൊ അടുത്ത് നമ്മുടെ ബിനു പപ്പു പറഞ്ഞു കേട്ടു, അത് തുടരുന്നാണോ ഏതോ ഒരു സിനിമയിൽ ഒരു ഷോട്ട് 2ഉം 3ഉം വട്ടം പോയപ്പോൾ ലാലേട്ടൻ ഒന്നുകൂടി റീടേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത്രേ, ഞാനിത് അറിയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഷൂട്ട് ചെയ്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും, ഞാനിത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡ്രാമാറ്റിക് ആയി പോകും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയി പോകും എന്നുള്ളത്. അപ്പൊ അത്രയും ഉള്ളിൽ നിന്ന് വരുന്ന സംഭവമാണെന്ന് പറയില്ല, ബോൺ ആക്ടർ എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലുള്ള ഒരു ആക്ടറാണ്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള സാധാരണക്കാരന്റെ വേഷം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലാലേട്ടൻ ശരിക്കും നമുക്ക് അറിയുന്ന ഏതോ ഒരു ആളാണ് എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കാറുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അത്തരത്തിൽ നമ്മളിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ഫീൽ തരാൻ കഴിയുന്ന കഥാപാത്രമായിരിക്കും തുടരും എന്ന് പറഞ്ഞ സിനിമയിലെ ഈ ഒരു കഥാപാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ എന്തൊക്കെയോ കുറെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഒരു പക്ഷേ മറ്റൊരു ദൃശ്യം പോലെ എന്ന് വെച്ചാൽ വീണ്ടും പറയുന്നു, പ്ലോട്ട് വൈസോ മറ്റു കാര്യങ്ങളോ അല്ല, വിജയവും കൊമേഴ്ഷ്യൽ ഹിറ്റും മറ്റു സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വൻ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറും തുടരുന്നുള്ളൊരു ഫീല് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു പോസ്റ്റർ കാണുമ്പോഴും എനിക്കത് തന്നെയാണ് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് ഈ 2 കപ്പിൾസ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും സിനിമ എന്നുള്ളതും കൂടെ കമന്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ വായിക്കാനും സുഖം, എഴുതാൻ നിങ്ങൾക്ക് ഒരു രസം, മൊത്തത്തിലൊരു ഗുമ്മുണ്ടാവും. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ